ഹായ് ഹലോ. ഞാൻ കുറച്ച് ദിവസങ്ങളായി നിങ്ങളുടെ അടുത്ത് ഒരു കാര്യം, എൻ്റെ ഒരു അനുഭവം പങ്കുവെക്കണം എന്ന് വിചാരിച്ചിട്ട്. അപ്പോൾ നിങ്ങൾക്കൊക്കെ അറിയാമല്ലോ, ഇപ്പോൾ സോഷ്യൽ മീഡിയ തുറന്നാൽ മുഴുവനോ ഹാഷ്ടാഗ് ഇട്ടിട്ട് ജസ്റ്റ് ഞാൻ സെല് ചെയ്യും എന്നുള്ള ന്യൂസുകൾ മാത്രമാണ് ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുന്നത്. അപ്പം അതിനെ സംബന്ധിച്ചും പിന്നെ എനിക്ക് പേഴ്സണലി കുറച്ച് എൻ്റെ കാര്യങ്ങളുണ്ട്, അതിൻ്റെ കുറച്ച് തിരക്കിലാണ്. എൻ്റെ ഏതാന്നൊക്കെ ഞാൻ പെട്ടെന്ന് നിങ്ങളടുത്ത് പങ്കുവെക്കാം. ഏതായാലും ഒരുപാട് എന്നെപ്പോലെ തന്നെ നിങ്ങൾക്ക് ഒരുപാട് സന്തോഷം തരുന്നതായിരിക്കും എന്ന് വിചാരിക്കുക. പക്ഷേ എന്നോട് കുശുമ്പുള്ള ആൾക്കാർക്ക് ഭയങ്കര വിഷയമായിരിക്കും കേട്ടോ അത്. അപ്പോൾ എന്താ വെച്ചാൽ, കഴിഞ്ഞ 2-3 ദിവസങ്ങൾക്ക് മുമ്പേ, നിങ്ങൾ എത്ര പേര് കണ്ടു എന്ന് എനിക്കറിയില്ല, ഞാൻ എൻ്റെ മകൻ എന്നൊരു തംബ്ലൈന് കൊടുത്തിട്ട് ഒരു വീഡിയോ പോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു, സിസ്റ്ററുടെ മകന്. അന്ന് ആ ഒരു ഡേൻ്റെ കഥയാണ് എനിക്ക് നിങ്ങളുടെ അടുത്ത് പറയാനുള്ളത്. അപ്പം ഇവന് മരത്തിൻ്റെ ലോറിയിലാണ് ഇപ്പോൾ പോലെ, മരം മറ്റേ അങ്ങനെ പല ഇത് വലിയ എന്താ പാണ്ടി ലോറിയില്ലേ, അതിലാണ് അവൻ പോവാറ്. അപ്പോൾ അവൻ എന്നെ വിളിച്ചു, എന്നോട് പറഞ്ഞു, ജസിത, ഞാൻ നടുവണ്ണൂർ എന്ന് വെച്ചാൽ കോഴിക്കോട് ജില്ലയിൽ ഉള്ളേരി കഴിഞ്ഞിട്ടാണ് നടുവണ്ണൂർ എന്ന് പറയുന്ന സ്ഥലം. നടുവണ്ണൂരുണ്ട്. അപ്പം എനിക്ക് ഇന്ന് ലോഡ് ഇറക്കാനാവില്ല, ഗോഡൗൺ അടിച്ചു പോയി, നാളെ ലോഡ് ഇറക്കാനാവുള്ളൂ, ഞാൻ അങ്ങോട്ട് എത്തുന്നുണ്ട്, ഒന്നെങ്കിൽ ലോറി കിടക്കണം, അല്ലെ അവിടെ എവിടെയെങ്കിലും കിടക്കണം എന്നാണ്. അപ്പം ഞാൻ പറഞ്ഞു, മോനെ ഒരു കാര്യം നീ ഇങ്ങോട്ട് പോരി, ഞാൻ കൂട്ടാൻ വരാമെന്ന് പറഞ്ഞു. അപ്പം ഇങ്ങോട്ട് തന്നെ ആയിക്കോട്ടെ, ഞാൻ അങ്ങോട്ട് എത്തുന്നതെല്ലാം ലോഡും വണ്ടിയാണ്, എനിക്ക് സ്പീഡിൽ വരാൻ പറ്റില്ല, മെല്ലെ വരാൻ പറ്റുമെന്ന്. ഓക്കെ, അങ്ങനെ ഞാനും അരുണും കൂട്ടാൻ പോയി. അപ്പം മന്നങ്കാവ് എന്നാന്ന് തോന്നുന്നു, നടുവണ്ണൂർ കഴിഞ്ഞിട്ട് KRF എന്തോ ഒരു സംഭവമുണ്ട്, അതിൻ്റെ ഗോഡൗണ്. അപ്പം അവിടെയാണ് ഇവ വണ്ടി നിർത്തൽ. അപ്പം ഞങ്ങൾ അവിടെ പോകുന്നത് 10:45 ഇവനെ കൂട്ടാൻ വേണ്ടിയിട്ട് പോകുന്നത്. അപ്പം മന്നങ്കാവ് എന്ന് പറയുന്ന സ്ഥലത്ത് അരുൺ അവിടെ ടൗണിൽ കൊണ്ടുപോയി വണ്ടി നിർത്തി. അപ്പം KRF ഇടാന്ന് തോന്നുന്നു, KRF ആ റോഡിൽ നിന്ന് ഒരു ബൈക്ക് വരുന്നുണ്ടായിരുന്നു. ബൈക്ക് വന്ന് ഇവനെ ഒന്ന് നോക്കി അങ്ങ് പോയി. തിരിച്ചവൻ വന്ന്, അപ്പം അവനവിടെ പിന്നെ പുറത്തിറങ്ങി നിൽക്കുക, ഞാൻ വണ്ടീൻ്റെ ഉള്ളിലുമാണ്. തിരിച്ച് ആ ബൈക്ക് വന്നിട്ട് ചോദിച്ചു, നീ എന്താ ഇവിടെ എന്ന് ചോദിച്ചു. അപ്പോൾ അവൻ പറഞ്ഞ്, അനിയനെ കാത്തിക്കുകയാണ്, വണ്ടിയിലുള്ള പെണ്ണാരാന്ന് ചോദിച്ചു. അപ്പോൾ അവന് ദേഷ്യം പിടിച്ചു, വണ്ടിയുള്ള പെണ്ണാരായാലും നിനക്കെന്താന്ന് ചോദിച്ചു. അപ്പോൾ 1-2 ഇവർ അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞ് അങ്ങനെ ബഹളം കേട്ട് ഇവർ 3 പേര് അന്നപ്പോൾക്ക് വന്നിട്ട്. അപ്പോൾ ബഹളം കേട്ട് ഞാൻ വണ്ടിയിൽ നിന്ന് ഇറങ്ങി. ഞാൻ പോയി ചോദിച്ചു, എന്താ സംഭവം എന്ന് ചോദിച്ചു. അപ്പോൾ അരുണ് പറഞ്ഞ്, ഇവർക്ക് നീ ആരാണെന്ന് അറിയണമെന്ന് പറഞ്ഞു. ഞാൻ ചോദിച്ചു, ചേട്ടാ എന്താ പെണ്ണുങ്ങൾക്ക് രാത്രി പുറത്തിറങ്ങാൻ പറ്റൂലേ എന്ന് ചോദിച്ചു. നമ്മുടെ ഈ കേരളം എന്ന് പറയുന്നത് വല്ലാത്തൊരു സംഭവം തന്നെ കേട്ടോ. ഒരു പെണ്ണ് ഒരു രാത്രി പുറത്തിറങ്ങിയാൽ അതിനെ സദാചാര കണ്ണിൽ കൂടെ കാണുന്ന കുറച്ച് ലവന്മാർ നയിപ്പി. അതിൽ പെട്ടതാണ് ഈ മന്തങ്ങാവ് എന്ന് പറയുന്ന സ്ഥലത്തുള്ള ആൾക്കാർ. വളരെയധികം മോശമായിട്ടാണ് പെരുമാറി. ഞാൻ ആരാണെന്നാണ് അവർക്കറിയേണ്ടത്. അപ്പം ഞാൻ ചോദിച്ചു, എന്താ പെണ്ണിന് പുറത്തിറങ്ങാൻ പറ്റൂലേ? അങ്ങനെ ഞാൻ കുറേ സംസാരിച്ചവരടുത്ത്. അപ്പോൾ അവർക്ക് തോന്നി ഞങ്ങൾ ഉടായ്പും കാര്യങ്ങളൊന്നും അല്ല എന്ന്. അന്നപ്പോൾ അയാൾ പറഞ്ഞൊരു സംഭവം എന്താണെന്നറിയോ, ഇവിടെ പലരും വന്ന് ലഹരി മരുന്നുകൾ വിൽക്കുന്നുണ്ട്, MDMA പോലുള്ള സംഭവങ്ങൾ വിൽക്കുന്നുണ്ട്. നിങ്ങളത് ആ ഒരു ഫ്ലെക്സ് കണ്ടോ? ഇന്നലെ പിന്നെ പോലീസുകാർ വന്ന് തൂക്കിയതാണ്. ഇവിടെ മറ്റേ ഇതിന് ലഹരി വിരുദ്ധത്തിന് വേണ്ടിയിട്ട് ക്ലാസ്സൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു എന്നൊക്കെ പറഞ്ഞു. ഈ പറയുന്ന ആൾ പൂക്കുറ്റി വെള്ള. അപ്പം അരുണ് ചോദിച്ചു, ലഹരി കൊണ്ടുപോകുന്നതാണ് ഞാൻ എന്ന് വിചാരിച്ച് നിങ്ങൾ എന്നോട് സംസാരിച്ചു. ലഹരി വിരുദ്ധത്തിന് സംസാരിക്കുന്ന നിങ്ങൾ വെള്ളമടിച്ചിട്ടല്ലേ സംസാരിക്കുന്നതെന്ന് ചോദിച്ചു. ഇയാൾക്ക് വാമുട്ടിപ്പോയി. അവർ വെള്ളമടിച്ചിട്ട്, അവർക്ക് സംഭവം ലഹരി വിരുദ്ധമൊന്നുമല്ല, അവർക്ക് രാത്രി ഒരു പെണ്ണിനെയും കൊണ്ടിട്ട് പുറത്തിറങ്ങിയപ്പം അവർക്ക് സദാചാര കുരു പൊട്ടി. അതാണ് പ്രശ്നം. അപ്പം ഒരു ബുള്ളറ്റിൻ്റെ മുകളിൽ ഒരു മൊയന്ത പോലത്തെ ഒരു ചങ്ങായി വന്നിട്ടുണ്ടായിരുന്നു. ഞാൻ അവനോട് ചോദിച്ച്, നിങ്ങളോട് സദാചാരം പറയാൻ ഇവിടെ ആരോ ഏൽപ്പിച്ചിട്ടുണ്ടോ അല്ലേ? മന്നങ്കാവ് എന്ന് പറയുന്ന സ്ഥലത്ത് ആര് ചെന്നാലും അവർ ചോദ്യം ചെയ്യപ്പെടുന്ന
അവർ ചോദ്യം ചെയ്യും, അതിനുള്ള ഉത്തരം നമ്മൾ കൊടുത്തോളണം എന്ന് പറഞ്ഞ്. വല്ലാത്തൊരു മനുഷ്യന്മാർ തന്നെയാണ്. ആ സമയത്ത് ഒരു പെണ്ണിനെ, അപ്പം ഓക്കെ നമ്മളിപ്പോൾ സമ്മതിക്കുന്നുണ്ട് ലഹരി ഒക്കെ കാര്യങ്ങളൊക്കെ പല സ്ഥലങ്ങളിലും ഉണ്ട്. പക്ഷേ അരുണ് ചോദിച്ചൊരു ചോദ്യമുണ്ട്, നമ്മൾ ഒരു ലേഡിയെ, ഒരു പെങ്ങളെ അല്ലെ ഒരു ഭാര്യനെ, ഒരു ഉമ്മനെ കൊണ്ട് പുറത്തിറങ്ങാൻ പറ്റൂലേ? ഒരു പെണ്ണുമായിട്ട് പുറത്തിറങ്ങുമ്പോൾക്ക് സദാചാര കണ്ണിൽ അത് വേറെയായിട്ട് വരും. അപ്പോഴേക്ക് ഏട്ടത്തിൻ്റെ മോൻ പറഞ്ഞ് അവരെന്നെ കൂട്ടാൻ വന്നതാണ്. വന്നപ്പോൾക്ക് ഇയാൾ വണ്ടി എടുത്ത് അങ്ങ് പോയോട്, ഇവിടെ നിന്ന് എടുക്കാൻ പറഞ്ഞാൽ എടുത്തോളണം. എല്ലാവരും കൂടി നാട്ടുകാർ കൂടിയിട്ട് ഭയങ്കര, ഇതുപോണം മോശപ്പെട്ടൊരു നാട് ഞാൻ കണ്ടിട്ടില്ല ഗൈസ്. അപ്പോൾ അവിടെ കുറേ പയ്യന്മാർ വന്നു. അപ്പോൾ പയ്യന്മാരോട് ഞാൻ ചോദിച്ചു, ഇവിടെ എന്താ രാത്രി പെണ്ണ് അല്ലേ? അവർ വാഹനം വന്ന് നിർത്തി അവർ ചോദ്യം ചെയ്യുന്നുണ്ട്. അപ്പം ഞാൻ ചോദിച്ചു, പുറത്തുനിന്നൊരു വാഹനം വന്നാൽ ചോദ്യം ചെയ്യും എന്നല്ലേ, അന്യ വാഹനങ്ങൾ പാർക്ക് ചെയ്യരുതെന്ന് ഇവിടെ എവിടെയെങ്കിലും ബോർഡ് ചെയ്ത് വെച്ചിട്ടുണ്ടോ? അങ്ങനെ നമ്മൾ റോഡുമേൽ ആർക്ക് വേണമെങ്കിലും വണ്ടി നിർത്താം, അത് അവർ ചോദ്യം ചെയ്യും പോലും. അപ്പോൾ എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്, നമ്മുടെ നാട് ഏത് കാലത്താണ് മക്കളെ നന്നാവുക? ഒരു പെണ്ണ് പുറത്തിറങ്ങിയെന്ന് വെക്കുമ്പോഴേക്കും വേറൊരു കണ്ണിൽ തുറിച്ച് നോക്കുന്ന ഇതുപോലുള്ള കഴുകന്മാരുള്ള ഈ നാട്ടിൽ എങ്ങനെ? ഞാൻ ആ വീഡിയോസ് വരെ എടുത്തിട്ടുണ്ട്. ഞാൻ കുറേ വിചാരിച്ചു സ്റ്റേഷനിൽ പോയി പരാതി. പിന്നെ ഞാൻ വിചാരിച്ചു, എന്തിനേ നമ്മൾ ഒരാളെ നന്നാക്കാനോ 10 ആളെ നന്നാക്കാനോ പോയാൽ നമ്മളെ നാട് നന്നാവൂല. ലഹരി വിരുദ്ധം സംസാരിക്കുന്ന ആൾ പൂക്കുറ്റി വെള്ളത്തിൽ, അയാളോട് പറഞ്ഞിട്ടൊരു കാര്യമില്ല. അങ്ങനത്തെ ആൾക്കാരോട് നമ്മൾ സംസാരിച്ചിട്ട് കാര്യമല്ലല്ലോ. ഞാൻ അപ്പേ അരുണിനോട് പറഞ്ഞ, നീ പോലീസുകാരെ വിളിക്കും. കാരണം ലഹരി വിരുദ്ധമാണ് ഇവർക്ക് വിഷയം, എന്തെങ്കിലും അല്ലെ ലഹരി കൊണ്ടുവന്നു എന്നുള്ള തെറ്റിദ്ധാരണയാണെങ്കിൽ ഇയാൾ വെള്ളമടിച്ചിട്ട് സംസാരിക്കരുത്. ഞങ്ങൾ കറക്റ്റ് അവൻ പറഞ്ഞിട്ട് കേരഫെഡിലേക്ക് വന്നതാണ്. അനിയനുണ്ട് വരുന്നത്, അവനൊന്ന് ലോഡ് ഇറക്കാൻ പറ്റില്ല, കേരഫെഡ് ഭാഗത്തേക്ക് ഇപ്പം വണ്ടി പോകില്ല. അപ്പോൾ അവനും പറഞ്ഞു വണ്ടി പോകില്ല, അവിടെ ഗോഡൗൺ അടിച്ചെടുക്കുകയാണ്, അവൻ പുറത്താ വണ്ടി നിർത്തൽ എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ ഇതിനെപ്പറ്റി സംസാരിച്ച് ഞാൻ ഒരു വീഡിയോ ചെയ്യണമെന്ന് കുറേ ദിവസമായി വിചാരിക്കുന്നു. പക്ഷേ ഞാൻ പറഞ്ഞില്ല, എനിക്ക് പേഴ്സണലി കുറച്ച് വിഷയങ്ങളുണ്ട്. അപ്പോൾ അതിൻ്റെ കുറച്ച് തിരക്കും കാര്യങ്ങളും ആയതുകൊണ്ട് ഇടാൻ പറ്റിയില്ല. ഏതായാലും നമ്മുടെ നാട് നല്ല സൂപ്പർ നാടാണ്. ഒരു സ്ത്രീ പുറത്തിറങ്ങിയാൽ അവൾ മോശക്കാരി, വല്ലാത്തൊരു സംഭവമല്ലേ? അപ്പോൾ എനിക്കുണ്ടായ ഈ ഒരു ദുരനുഭവം എത്രയോ ആൾക്കാർ അനുഭവിച്ചൊരു സംഭവമാണ്, ഞാനൊരു വ്യക്തി മാത്രമൊന്നുമല്ല. അപ്പം നമ്മുടെ നാട് നന്നാവില്ല. സദാചാരം ചമയുന്ന കുറേ ആൾക്കാർ ഈ നാട്ടിലുണ്ട്. അതിനെക്കാട്ടിലും ഞാൻ പറഞ്ഞില്ലേ, ഈ സദാചാരം എന്ന് പറയുന്നത് ഈ കൊയിലാണ്ടി ഭാഗത്തൊക്കെ ഇഷ്ടം പോലുള്ളതാണ്. ഞാനിതിന് മുമ്പ് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, പാറപ്പള്ളി എന്ന് പറഞ്ഞ സ്ഥലത്ത് ഇവരൊക്കെ പറയുന്നുണ്ടല്ലോ 18ഓളം ആൾക്കാരുടെ പേരിൽ പീഡന കേസ് കൊടുത്തു എന്ന്. അതിലത്തെ ഒരു പീഡന കേസിൻ്റെ കഥയാട്ടോ പറയുന്നത്. പാറപ്പള്ളി എന്ന് പറയുന്ന സ്ഥലത്ത് ഞാനും ഏട്ടത്തിൻ്റെ മകനും എൻ്റെ മക്കളും കൂടിയും എൻ്റെ വാപ്പയുടെ ഉമ്മാനെ പാറപ്പള്ളി കാണിച്ചു കൊടുക്കാൻ പോയി. പാറപ്പള്ളി കാണിച്ചു കൊടുക്കാനും ആളിതുവരെ ട്രെയിനിൽ കയറിയിട്ടില്ല എന്നാണ്, ട്രെയിനിൽ കയറ്റാനോടെയൊക്കെയാണ് ഞങ്ങൾ പോയത്. അപ്പോൾ പോയി പാറപ്പള്ളി ഫസ്റ്റ് വളവിൽ ഒരു ഓട്ടോ ഹോൺ അടിക്കാതെ വന്ന്. അപ്പോൾ ഞാൻ പരിചയപ്പെടുത്തിയ ഏട്ടത്തിൻ്റെ മോനായിരുന്നു വണ്ടി ഓടിച്ചത്. അപ്പോൾ ചോദിച്ചു, എന്തുവാ ചേട്ടാ ഹോൺ അടിച്ചിട്ട് വന്നൂടെ വണ്ടി എന്ന് ചോദിച്ചു. ഞാൻ ഹോൺ അടിച്ച് കേടാന്ന് പറഞ്ഞു. അപ്പോൾ പറഞ്ഞു ഞാൻ കേട്ടില്ല എന്ന് പറഞ്ഞു. ഞാനൊക്കെ ഹോൺ അടിച്ചു വന്നൂടെ അമ്മായി എന്ന് ചോദിച്ചു. അപ്പം ഓൻ എന്തോന്ന് പറഞ്ഞു, ഓൻ വണ്ടി എടുക്കുകയും ചെയ്തു. പക്ഷേ ഈ ഓട്ടോക്കാരനെ അവിടെ വണ്ടി നിർത്തിയിട്ട് കാറിൻ്റെ പുറകെ വന്നിട്ട് അടിക്കുകയും കല്ലെടുത്തെറിയാൻ പുറപ്പെടുകയും ചെയ്തു. അന്നപ്പം ഇവൻ വേഗം വണ്ടി നിർത്തി, ഞാൻ വണ്ടിയിൽ നിന്ന് ഇറങ്ങി. ഞാൻ എന്താ കാര്യങ്ങളൊക്കെ ചോദിച്ചിങ്ങനെ നിൽക്കുക. അപ്പോൾ അവിടെ കൂടിയിട്ടുള്ള കുറച്ച് പിള്ളേരും കൂടി, അപ്പം അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെ ബഹളം നടന്നുകൊണ്ടിരിക്കുക. ഏറ്റവും വലിയൊരു രസം എന്താണെന്നറിയോ, ഒരു ചെങ്ങായി ഇങ്ങോട്ട് വന്ന് ഇവരിങ്ങനെ സീരിയസ് ആയിട്ട് ഹോൺ അടിക്കാത്ത കഥ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുക. ചെങ്ങായി വന്നിട്ട് ഷാനുവിൻ്റെ ഷോൾഡറിന് ഇങ്ങോട്ട് പിടിച്ചിട്ട് ആരാടാ അവള് എന്ന് ചോദിച്ചു. എടുത്തേ നോക്കി ഷാനു ചോദിച്ചു, ഇവളാരായാലും നിനക്കെന്താടാന്ന് ചോദിച്ചു. കാരണം ഞാൻ ആര് എന്നുള്ളതല്ലല്ലോ അവിടുത്തെ വിഷയം. അപ്പോഴെന്ന് പറഞ്ഞ് ഇവന് പൊട്ടിയിട്ട് ഇവനടിച്ച് ഇവർ പണിയാക്കുക. അങ്ങനെല്ലാം കൂടി ഇവർ ഏട്ടത്തിനെയും മാമനെയൊന്നും കണ്ടില്ല, ഏട്ടത്തിയും മാമയും എല്ലാവരോടും വന്ന് പിടിച്ച്. അന്നപ്പോൾ ഇയാൾ ചോദിക്കുന്നത് എന്താ പ്രശ്നം? അപ്പോൾ ഹോണടിക്കാത്ത വന്ന വണ്ടിയാണ്. പിന്നെ അയാളെ പഞ്ചായത്ത് കണ്ടിട്ടില്ല. അങ്ങനത്തെ ഒരു സംഭവമാണ്. ആര് എന്ത് എന്ന് ഒരു ആണിൻ്റെ കൂടെ ഒരു പെണ്ണിനെ കണ്ടാൽ
അപ്പൾക്ക് സദാചാരം കുരുവൊട്ടും. അങ്ങനെ എനിക്കൊരു അനുഭവം ഉണ്ടായി എന്ന് ഞങ്ങളുടെ അടുത്ത് പറയുകയാണ്. വല്ലാത്തൊരു നാടും നാട്ടുകാരുമാണ്. ആ നാട്ടിലേക്ക് പോകുന്നവർ ശ്രദ്ധിച്ച് പോയിക്കോളി. അതാണ് നിങ്ങളുടെ അടുത്ത് പങ്കുവെക്കണമെന്ന് കുറേ വിചാരിക്കുന്നത്. ഞാൻ അവരുടെ വീഡിയോസും കാര്യങ്ങളൊന്നും കാണിക്കുന്നില്ല. എൻ്റെ കയ്യിൽ ഫുള്ള് അവിടെ നടന്ന എല്ലാ വിഷയവും ഉണ്ട് എൻ്റെ കയ്യിൽ. അപ്പം അങ്ങനെയാണ്. ഓക്കെ, ടാറ്റാ.